മുസ്ലിം സമുദായത്തിൽ ഇപ്പോൾ ഉടലെടുത്തിട്ടുള്ള ഒരു തർക്കം പൊതുജനങ്ങളെ വളരെ ഗുരുതരമായി ബാധിക്കാൻ പോകുന്നു എന്നതിനാൽ അതേക്കുറിച്ച് ചിലത് പറയണം എന്ന് ഞാൻ ഉദ്ദേശിക്കുകയാണ്. മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് എൻ്റെ വിഷയം. അത് എങ്ങനെയാണ് മുസ്ലിം സമൂഹത്തിലെ സാധാരണക്കാരെ ബാധിക്കാൻ പോകുന്നത്? സാധാരണക്കാരിൽ അത് സംഘർഷങ്ങളിലേക്ക് വഴിവെച്ചാൽ അത് പൊതുസമൂഹത്തെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? അത് പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുശല്യമായി മാറാനുള്ള സാധ്യത എന്താണ്? അതേക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്ന്, മുസ്ലിം സാധാരണക്കാരിലേക്ക് ഈ തർക്കം എത്തിക്കഴിയുമ്പോൾ മഹല്ലുകളിൽ അത് സംഘർഷങ്ങൾക്ക് കാരണമായി തീരും. മുസ്ലിം സ്ഥാപനങ്ങളിൽ അത് സംഘർഷങ്ങൾക്ക് കാരണമായി തീരും. ഈ സംഘർഷം സ്വാഭാവികമായും പ്രസംഗങ്ങളിലേക്കും കോടതികളിലേക്കും ഹോസ്പിറ്റലുകളിലേക്കും അങ്ങനെ പല തലങ്ങളിലേക്കും അതെത്തും. ആ പല തലങ്ങളിലേക്കും എത്തുമ്പോൾ അത് പൊതുശല്യമായിട്ട് തീരും. സുഹാബികൾ, ഷജറകൾ പോലുള്ള ആക്ഷേപ തെറി വാക്കുകൾ അവസാനിപ്പിക്കാൻ അണികളെ ആഹ്വാനം ചെയ്യണം. പണ്ഡിതന്മാർ ഔദ്യോഗികമായിട്ട് പരസ്പരം ആക്ഷേപിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു വന്ന ചില ആക്ഷേപ പദങ്ങൾ, ചില തെറികളുണ്ട്. വഹാബികൾ, മൗദൂദികൾ, ഖുറാഫികൾ, തീവ്രവാദികൾ, ഇതൊക്കെ അങ്ങനെ അക്കൂട്ടത്തിൽപ്പെട്ടവയാണ്. എല്ലാ കാര്യത്തിലും പ്രവാചക മാതൃകകൾ അന്വേഷിക്കുന്നവർ എന്തുകൊണ്ടാണ് ഇത്തരം ആക്ഷേപ പദങ്ങൾ ഉപയോഗിക്കുന്നതിൽ മാത്രം പ്രവാചകന്റെ മാതൃകയുണ്ടോ എന്ന് പരിശോധിക്കാത്തത്? തീർച്ചയായും പണ്ഡിതന്മാർ ഇത്തരം എല്ലാ തെറി ആക്ഷേപ പദങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക തന്നെ വേണം. അവർ മാതൃകയായി തന്നെ നിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്തരവാദപ്പെട്ടവർ വളരെ ഗൗരവത്തിൽ ഇതിനെ സമീപിക്കണം എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങൾ അറിയുന്നത് അവർക്ക് തന്നെയാണ്. പക്ഷേ അത് പൊതുവേദികളിൽ അമാന്യമായ ഭാഷകളിലും ശൈലികളിലും സംസാരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാനുള്ള പക്വതയും ക്ഷമയും ഒക്കെ ഈ പണ്ഡിതന്മാർക്കുണ്ടാകേണ്ടതല്ലേ? പണ്ഡിതന്മാർ ആരാണ്? പണ്ഡിതന്മാരിൽ നിന്ന് പൊതുസമൂഹം എന്താണ് പ്രതീക്ഷിക്കുന്നത്? ആ ഒരു നിലവാരത്തിലുള്ള സംസാരവും ശൈലിയും അഭിപ്രായ സംഘർഷങ്ങളും ഒക്കെ ആയിക്കൂടെ? ആ ഒരു തലത്തിലുള്ള സംവാദങ്ങളായിക്കൂടെ? എന്തിനാണ് ഇത് പൊതുസമൂഹത്തിൽ പരസ്യമായി സംവദിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. തീർച്ചയായും ഇത്തരം സംഘർഷങ്ങൾ, ഇത്തരം സംവാദങ്ങൾ, ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ, അഭിപ്രായ സംഘടനകൾ എല്ലാ സമൂഹങ്ങളിലും ഉണ്ടാവാറുണ്ട്. ഹൈന്ദവരിലുണ്ട്, ക്രിസ്ത്യാനികളിലുണ്ട്, മുസ്ലിങ്ങളിലുണ്ട്. ഇപ്പോൾ ക്രിസ്തീയ സ്ഥാപനങ്ങൾ തമ്മിൽ കോടതി കയറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ തർക്കങ്ങൾ. അതുപോലെ മുസ്ലിം സമുദായത്തിലും പല സംഘടനകളും തമ്മിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും അത് കോടതി കയറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഗുരുതരമായ സംഘടനത്തിലേക്കും കൊലപാതകങ്ങളിലേക്കും വരെ പോയിട്ടുണ്ട് മുസ്ലിം സമൂഹത്തിൽ. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സംഘർഷത്തിന്റെ, ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ തുടക്കത്തിലെ തന്നെ ഉത്തരവാദപ്പെട്ടവർ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത് തിരുത്തുകയും അതിൽ ക്ഷമ കൈക്കൊള്ളാൻ പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരിൽ നിന്ന് മഹല്ലുകളിലേക്ക് നീളേണ്ട ചില പ്രവർത്തനങ്ങളുണ്ട്, ചില പ്രവർത്തന നിർദ്ദേശങ്ങളുണ്ട്. ഉദാഹരണത്തിന് മുസ്ലിം യുവാക്കളില്, വിദ്യാർത്ഥികളിലൊക്കെ നേരത്തെ ഇല്ലാത്ത ചില പ്രവണതകൾ കണ്ടുവരുന്നു. ഉദാഹരണത്തിന് മയക്കുമരുന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം യുവാക്കളിലും വിദ്യാർത്ഥികളിലും. പെൺകുട്ടികളിൽ ആത്മഹത്യാ പ്രവണതകൾ കണ്ടുവരുന്നു. വിവാഹ നിഷേധ പ്രവണതകൾ കണ്ടുവരുന്നു. അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളിൽ വൻതോതിൽ പങ്കാളികളാകുന്നു സ്ത്രീയും പുരുഷനും. അപ്പോൾ നേരത്തെ ഇത്ര വ്യാപകമായിട്ടില്ലാത്ത ചില പ്രവണതകൾ മുസ്ലിം സമുദായത്തിൽ കാണുമ്പോൾ ആരാണ് അതിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടത്? അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി, അത് മുസ്ലിം സമൂഹത്തിൽ ഇല്ലാതെയാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ആസൂത്രണങ്ങളും നടത്തേണ്ടത് ആരാണ്? അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിന് നേരെ വളരെ വലിയ അസ്തിത്വ ഭീഷണിയും വന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായം ഇവിടെ ജീവിക്കേണ്ടതില്ല എന്ന ഒരു നിലപാട് കൂടെ വളരെ ശക്തമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങൾ വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മുസ്ലിം സ്ഥാപനങ്ങൾ കയ്യേറുകയും പൊളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വഖഫിന് നേരെ, വഖഫ് സ്വത്തുക്കൾക്ക് നേരെ വരെ കയ്യേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കയ്യേറാനുള്ള വളരെ നിഗൂഢമായ ശ്രമങ്ങളും കൂട്ടായ്മകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇത്രയും വലിയ ഭീഷണികൾ മുസ്ലിം സമൂഹത്തിന്, ഇത്രയും വലിയൊരു ഡെമോക്രസിന്റെ വാള് മുസ്ലിം സമൂഹത്തിന് നേരെ തലയ്ക്ക് മേലെ ഉയർന്നു നിൽക്കുമ്പോൾ
പണ്ഡിതന്മാർ നിസ്സാര വിഷയങ്ങളിൽ പരസ്പരം തർക്കിച്ചും കലഹിച്ചും പോകുമ്പോൾ മുസ്ലിം യുവാക്കൾ സ്വാഭാവികമായും അവരിൽ നിന്ന് ശ്രദ്ധ തിരിയുകയും മറ്റു പലതിലേക്ക് മാറിപ്പോവുകയും ചെയ്യില്ലേ? യുവാക്കളും വിദ്യാർത്ഥികളും വനിതകളും ഒക്കെ അവരുടെ ശ്രദ്ധ മാറിപ്പോകുന്നുണ്ട്. അവരിലേക്ക് ശ്രദ്ധിക്കേണ്ടവർ അവരെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ അവർ മറ്റു പല വിഷയങ്ങളിലേക്കും മറ്റു പല വേദികളിലേക്കും അവർ വ്യതിചലിച്ചു പോവുക എന്നത് സ്വാഭാവികമാണ്. നമ്മുടെ മഹല്ലുകൾക്ക് വളരെ ആസൂത്രിതമായി എന്തെല്ലാം പരിപാടികൾ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഈ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് +2 പ്രവേശനമാണ്. കാലങ്ങളായിട്ട് ഏതാണ്ട് 27 വർഷമായിട്ട് മലബാർ മേഖലയിൽ ആവശ്യത്തിന് +2 അനുവദിക്കുവാൻ ഇരു മുന്നണികളും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് 10,000-കണക്കിന് വിദ്യാർത്ഥികളാണ് പഠനം നിർത്തിപ്പോകേണ്ടി വരുന്നത്. യോഗ്യരില്ല എന്ന് പലതും പറയുന്നത് കേൾക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ യോഗ്യരില്ലാത്തത് അവസരങ്ങളില്ലാത്തത് കൊണ്ടാണ്. പഠിക്കാൻ കഴിയുന്നില്ല. 10ാം ക്ലാസ് കഴിഞ്ഞാൽ 10,000-കണക്കിന് കുട്ടികൾ പഠനം നിർത്തേണ്ടി വരുന്നു. +2 കഴിഞ്ഞാൽ കോളേജ് അഡ്മിഷൻ ലഭിക്കാത്തതിനാൽ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ വീണ്ടും പഠനം നിർത്തേണ്ടി വരുന്നു. എവിടെ നിന്നാണ് യോഗ്യരുണ്ടാവുക? അപ്പൊ യോഗ്യരെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി +2 സീറ്റുകൾ ആവശ്യത്തിന് അനുവദിക്കാൻ വേണ്ട സമ്മർദ്ദങ്ങൾ ഇപ്പോൾ മുസ്ലിം സംഘടനകൾ സർക്കാരുകൾക്ക് മേൽ ചെലുത്തണം. മുസ്ലിം സമുദായത്തിനും ആദിവാസികൾക്കും ദലിതർക്കും ഒക്കെ കരഞ്ഞാൽ മാത്രമേ പാല് കിട്ടുള്ളൂ. അവർ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ അവർക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് കിട്ടുകയുള്ളൂ. മലബാർ മേഖലയിൽ ആവശ്യത്തിന് വിദ്യാഭ്യാസ സൗകര്യങ്ങളോ മറ്റു സൗകര്യങ്ങളോ ഉണ്ടാകണമെങ്കിൽ മലബാർ മേഖലയിലെ ജനങ്ങളും പണ്ഡിതന്മാരും സംഘടനകളും ഒക്കെ നിരന്തരം സർക്കാരിനോട് പോരാടിക്കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ. മലബാറും തെക്കൻ മേഖലയും തുല്യമാകണമെങ്കിൽ, അവിടെ സാമൂഹ്യ നീതി ഉണ്ടാകണമെങ്കിൽ ഈ മേഖലയിലെ ജനങ്ങൾ വളരെ ശക്തമായി രംഗത്തിറങ്ങേണ്ടതുണ്ട്. പക്ഷെ അത്തരൊരു സന്ദർഭത്തിൽ പണ്ഡിതന്മാർ, ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരും നേതാക്കന്മാരും വളരെ ചെറിയ സംഘർഷങ്ങളിലും സംവാദങ്ങളിലേക്കും ചർച്ചകളിലേക്കും പോകുന്നത് വളരെ ദയനീയമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ മുസ്ലിം യുവതികളിൽ വിവാഹ നിഷേധം, മുസ്ലിം യുവതികളിൽ മാത്രമല്ല എല്ലാവരിലും ഉണ്ട്. പക്ഷെ മുസ്ലിം യുവതികളിൽ അത് പരിഹരിക്കേണ്ടത് ആരാണ്? അതിവിടുത്തെ പണ്ഡിതന്മാരും നേതാക്കളുമാണ്. അവർ അതിന് രംഗത്തിറങ്ങേണ്ടതുണ്ട്. അവരെ ബോധവൽക്കരിക്കുന്ന വിവാഹപൂർവ്വ കൗൺസിലിംഗ് നടക്കേണ്ടതില്ലേ മഹല്ലുകളിൽ? അത് കൃത്യമായി നൽകേണ്ടതില്ലേ? അതിൽ പങ്കെടുക്കാത്ത കുട്ടികളുടെ വിവാഹത്തിലോ അല്ലെങ്കിൽ അവരുടെ മറ്റു പേഴ്സണൽ കാര്യങ്ങളിലോ മഹല്ലുകൾ പങ്കെടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവർ പങ്കെടുക്കൂലേ? വിവാഹപൂർവ്വ കൗൺസിലിംഗിൽ അവരെ പങ്കെടുപ്പിക്കുവാൻ രക്ഷിതാക്കൾ തയ്യാറാകൂലേ? അങ്ങനെ അവർക്ക് വിവാഹപൂർവ്വ കൗൺസിലിംഗ് നടത്തിക്കൊണ്ട് വിവാഹത്തിന്റെ ഇമ്പോർട്ടൻസ്, വിവാഹേതര ബന്ധങ്ങളുടെ അധാർമികതയും അതിന്റെ അപകടങ്ങളും ഇതൊക്കെ കുട്ടികളെ പഠിപ്പിക്കേണ്ട സന്ദർഭമല്ലേ ഇത്? അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ വലിയ തോതിൽ മയക്കുമരുന്ന് വ്യാപനത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. അവർ അടിമപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് നാനാഭാഗങ്ങളിൽ നിന്ന് മയക്കുമരുന്ന് ലോബികൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ വലിയ തോതിൽ മയക്കുമരുന്നുകൾ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് മഹല്ലടിസ്ഥാനത്തിൽ ഇതിനെതിരായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൂടാ? വിദ്യാർത്ഥികൾ എവിടെ പോകട്ടെ, അവർ ഈ മഹല്ലുകളിൽ നിന്നല്ലേ പോകുന്നത്. അവരുടെ നിയന്ത്രണം ഈ മഹല്ലുകളിൽ ഉണ്ടല്ലോ. ഏതെങ്കിലും ഒരു തരത്തിൽ അവരെ നിയന്ത്രിക്കുവാൻ മഹല്ലുകൾക്ക് സാധിക്കുമല്ലോ. അതുകൊണ്ട് മഹല്ലുകൾക്കിടയിൽ സംഘടനകൾക്ക് അതീതമായി, നേതാക്കളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അതീതമായി എന്തുകൊണ്ട് കൂട്ടായ്മകൾ സൃഷ്ടിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൂടാ? അതുപോലെ തന്നെ വിവാഹ തർക്കങ്ങളും തകർച്ചകളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹ ജീവിതത്തിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, വലിയ തകർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മൊഴിച്ചൊല്ലൽ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ അനാഥമാകുന്നുണ്ട്. ഇതൊക്കെ വലിയ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കൂലേ? ഈ ധാർമ്മിക സദാചാര മേഖലകളിൽ ഉണ്ടാകുന്ന തകർച്ചകൾ ഇതര സമൂഹങ്ങളെയും ബാധിക്കൂലേ? ഇവരൊക്കെ കുറ്റകൃത്യങ്ങളിലേക്ക് മാറുമ്പോൾ, ഇവരൊക്കെ മയക്കുമരുന്നിന്റെ അഡിക്റ്റുകളായിട്ട് മാറുമ്പോൾ, അല്ലെങ്കിൽ മറ്റു സംഘർഷങ്ങളിലേക്ക് പോകുമ്പോൾ അതൊക്കെ പൊതുസമൂഹത്തെയും ഗുരുതരമായും പ്രതികൂലമായും ബാധിക്കൂലേ? അപ്പൊ അതുകൊണ്ട് അതൊക്കെ പരിഹരിക്കേണ്ട ആളുകൾ ഇത്തരം സംഘർഷങ്ങളിലേക്ക് മാറരുത് എന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത്. പരസ്പര ബഹുമാനത്തോടുകൂടി വളരെ സ്വകാര്യമായിട്ടിരുന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ എന്തുകൊണ്ട് മുസ്ലിം നേതാക്കന്മാർക്ക് സാധിക്കുന്നില്ല? ക്ഷമയെക്കുറിച്ചും വിട്ടുവീഴ്ചയെക്കുറിച്ചും വലിയ വായിൽ ക്ലാസുകൾ എടുക്കുന്നവർക്ക് എന്തുകൊണ്ട് ഒരുമിച്ചിരുന്നിട്ട് വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കുന്നില്ല? ഞങ്ങളുടെ വീക്ഷണം ഇതാണ് എന്നല്ലാതെ ഇതാണ് പരമമായ സത്യം, ശരി എന്ന് ഒരു കൂട്ടർ വാശി പിടിക്കുമ്പോഴാണല്ലോ ചർച്ചയ്ക്കുള്ള സ്കോപ്പ് ഇല്ലാതെ പോവുക. അവിടെയല്ലേ വിട്ടുവീഴ്ച ഉണ്ടാകേണ്ടതും? ഇതും ശരിയാവാൻ സാധ്യതയുണ്ട്, അവരുടേതും ശരിയാവാൻ സാധ്യതയുണ്ട് എന്ന നിലപാട് സ്വീകരിക്കേണ്ടതില്ലേ? മുസ്ലിം ലീഗും സമസ്ത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ രണ്ട് സംഘടനകളാണ്.
വളരെ പ്രബലമായ രണ്ട് സംഘടനകളാണ്. മുസ്ലിം സമുദായമാവട്ടെ കേരളത്തിലെ ഏറ്റവും വലിയ സമുദായമാണ്. അതുകൊണ്ട് തന്നെ അതിലുണ്ടാകുന്ന ഏത് ജീർണതയും അപകടാവസ്ഥകളും രാജ്യത്തെയും സംസ്ഥാനത്തെയും അതുപോലെ തന്നെ ഇവിടുത്തെ ഇതര സമൂഹങ്ങളെയും പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് അവർ ജീർണിക്കാതിരിക്കുക, അവർ കുറ്റകൃത്യങ്ങളിലേക്ക് പോകാതിരിക്കുക, അവർ മയക്കുമരുന്ന് വ്യാപനത്തിലേക്കും മറ്റും അതിന്റെ ഏജന്റുമാരായും മറ്റും ഉപഭോക്താക്കളായും മറ്റുമൊക്കെ മാറാതിരിക്കുക, അതുപോലെ തന്നെ വിവാഹ തകർച്ചകളില്ലാതിരിക്കുക, ഇതൊക്കെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കുക, അതുപോലെ അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ, ഗുരുതരമായ സാമ്പത്തിക പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മഹല്ലടിസ്ഥാനത്തിൽ പല സംവിധാനങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും. പരസ്പര സഹായ സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. തൊഴിൽ പരിശീലനങ്ങൾ നൽകാൻ സാധിക്കും. പല മേഖലകളിൽ നിന്ന് തൊഴിലാളികൾ പുറത്തുനിന്ന് വരികയല്ലേ. അപ്പൊ പ്രാദേശികമായി തൊഴിൽ പരിശീലനങ്ങൾ നൽകിക്കൊണ്ട് അവരെ സാമ്പത്തികമായി സ്വയം പര്യാപ്തരാക്കി മാറ്റാൻ സാധിക്കും. തൊഴിൽ ചെയ്യാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ഏതൊക്കെ മേഖലകളിൽ മഹല്ലുകൾക്ക് ഇടപെടാൻ സാധിക്കും? ഇതിനൊക്കെ വേണ്ടത് സംഘടനകൾക്ക് അതീതമായി മഹല്ലുകളുടെ കോർഡിനേഷൻ ഉണ്ടാവുക പ്രാദേശിക തലത്തിൽ. എന്നിട്ട് അവർ അവിടുത്തെ പൊതുജനങ്ങളുടെ താല്പര്യങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കുവാനും ശ്രദ്ധിക്കുവാനും ശ്രമിക്കുക. ഇങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങൾ മഹല്ലുകളോടൊപ്പം നിൽക്കും. അവർക്ക് മഹല്ലുകളെ ആവശ്യമുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും മഹല്ലുകൾക്ക് അവരുടെ വിവാഹം, കുടുംബജീവിതം അതുപോലുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെടാൻ അവസരവും കിട്ടും. ഇപ്പോൾ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയിൽ സാധാരണക്കാരന് എന്ത് ഗുണകരമായ കാര്യമാണുള്ളത്? എന്താവശ്യമാണ് ഈ പൊതുജനത്തിനുള്ളത്? എന്തിനാണ് ഇത് പൊതുവായിട്ടും പരസ്യമായിട്ടും ചർച്ച ചെയ്യുന്നത്? അതുകൊണ്ട് ജിഫ്രി തങ്ങളും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒരുമിച്ചിരുന്ന് വളരെയധികം വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി ഒരുമിച്ചിരുന്ന് ഈ സമുദായത്തെ രക്ഷിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഈ സമുദായത്തെ രക്ഷിക്കണം. സംഘർഷത്തിലേക്ക് അവർ പോകാതെ നോക്കണം. വലിയ വിട്ടുവീഴ്ചകൾക്കും ക്ഷമയ്ക്കും പണ്ഡിതന്മാർ തയ്യാറാകണം. അത് മുക്കം ഫൈസിയായാലും ഇപ്പോൾ പുറത്താക്കപ്പെട്ട ഫൈസിയായാലും ഇത്തരം ആളുകളൊക്കെ വലിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം. ഈ ചെറുപ്പക്കാരെ അവർ അവഗണിക്കപ്പെടാൻ കാരണമാകുന്ന സംഘർഷങ്ങളിലേക്കും അഭിപ്രായ സംഘടനകളിലേക്കും അവിടെ നിന്ന് അങ്ങോട്ട് കേസുകളിലേക്കും ഗുലുമാലുകളിലേക്കും പോയി കഴിഞ്ഞാൽ അത് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് ഈ സമുദായത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ട് സംഘടനകൾക്ക് കീഴിലുള്ള അണികളെ അഴിച്ചുവിടലായിരിക്കും സംഭവിക്കുക എന്ന് ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സെഷനും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.